ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? സ്വാഭാവികമായിട്ടും നമുക്ക് വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ട്. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ക്രാക്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ നമുക്ക് ബലക്ഷയമാണെന്ന് തോന്നാറുണ്ട്. അപ്പം റിനോവേറ്റ് ചെയ്യുമ്പം ഇതിനെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട്. രാജേഷ് പറഞ്ഞതുപോലെ തന്നെ റിനോവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീടിൻ്റെ സ്ട്രക്ചർ സ്ട്രെങ്ത് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 20 years ബാക്കിൽ പണിതിരിക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ പോയിരിക്കുന്നത്, എങ്ങനെയാണ്, അവിടുത്തെ ഏത് സോയിലാണ്, ഏത് ഫൗണ്ടേഷനാണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കോളം ബീം സ്ട്രക്ചറാണോ ലോഡ് ബെയറിംഗ് വോളിലാണോ പോയിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ചെയ്തു പോരുന്നത് ഞങ്ങളുടെ ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ സൈറ്റ് വിസിറ്റ് ചെയ്യും, പ്രോപ്പറായിട്ട് ആളിൻ്റെ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് നോക്കും, എവിടെയൊക്കെയാണ് അത് റിനോവേഷൻ വേണ്ടി വരുന്നത്, ഡിമോളിഷിങ് വേണ്ട വോൾസ് ഏതൊക്കെയാണ്, അവിടെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള എന്തൊക്കെയാണ് അവിടെ എലമെൻറ്റ്സ് ഉള്ളത്, അത് വോള് ഡിമോളിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് തന്നെ, ഈവൻ പഴയ പോലെ തന്നെയല്ല, ഇതിനെ റിട്ടേൺ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് തന്നെ ആൾ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷമേ ഞങ്ങൾ ഡിമോളിഷിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. പിന്നീട് മുമ്പോട്ട് പോകുമ്പം ഇലക്ട്രിക്കലിൻ്റെ കോൺഡ്യൂറ്റൊക്കെ പഴയതാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പുതിയതായിട്ട് തന്നെ എങ്ങനെ പുതിയ വീടിൻ്റെ ഇലക്ട്രിക്കലിൽ ചെയ്യുന്നു അതേപോലെ തന്നെ പുതിയതായിട്ട് തന്നെ വയറിങ് ചെയ്ത് പ്രോപ്പർ എങ്ങനെയാണ് പുതിയ വീടിൻ്റെ ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് തന്നെ ഇലക്ട്രിക്കൽ റീവയറിങ് ചെയ്യും. പ്ലംബിങ് പഴയ വീടുകളുടെ ഒക്കെ ആണെങ്കിൽ ബാത്റൂം ലെയേഴ്സൊക്കെ വെറ്റ് ആൻഡ് ഡ്രൈ ഒന്നും കാണില്ല, ഒന്ന് കയറി എല്ലായിടവും ഒരുപോലെ വെറ്റായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വെറ്റ് ആൻഡ് ഡ്രൈ മാത്രം കംപ്ലീറ്റ് സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം പൊസിഷനിങ് എല്ലാം മാറ്റും. അപ്പോഴും പ്ലംബിംഗ് എല്ലാം റീഡു ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ വരുമ്പോൾ അതിൻ്റെ വാട്ടർ കണക്ഷൻസ്, വാട്ടർ ടാങ്ക് എവിടെയാണ്, സോക്ക് പിറ്റ്, സെപ്റ്റി ടാങ്ക്, ഇതെല്ലാം നമ്മൾ നോക്കി അത് പ്രോപ്പറായിട്ട് തന്നെ ആണോ അത് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെല്ലാം ചെക്ക് ചെയ്യും. കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ റിനോവേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോഴും തീർന്നു കഴിയുമ്പോൾ ഒരു പുതിയ വീടായി മാറുകയാണിത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പുതിയ വീട്ടിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെയാണ് റിനോവേഷൻ സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത്. റിനോവേഷൻ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്തിനെ ഒട്ടും എഫക്റ്റ് ചെയ്യാതെയാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്.